പാരീസ് പോകുന്നതിന് മുന്നോടിയായിട്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ. മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ പാരീസിലേക്ക് പറക്കാൻ പോവാണ് ഗായ്സ്. സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്നല്ല, ലൂട്ടൺ എയർപോർട്ടിൽ നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ ലൂട്ടൺ എയർപോർട്ടിൽ ചെന്നിട്ട് ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഗൈസ്, നമ്മൾ ഫൈനലി ലൂട്ടൺ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകട്ടോ. ദൃശ്യങ്ങളൊക്കെ കിടക്കാം നമുക്ക്. ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് EasyJetൻ്റെ ഫ്ലൈറ്റിനാണ് ഗൈസ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകട്ടോ. ചെക്ക് ഇന്ന് വലിയ തിരക്കൊന്നും തോന്നുന്നു. ലൂട്ടൺ എയർപോർട്ടിൽ നിന്നും ചായയും പാർലേജി ബിസ്ക്കറ്റും. ഇത് നമ്മൾ നേരെ പറക്കുകയാണ് ഗൈസ് പാരീസിലേക്ക്. അതെ, പാരീസ് എയർപോർട്ടിൽ നമ്മുടെ ട്രിപ്പിൻ്റെ മെയിൻ പ്ലാനിങ് ഒക്കെ നമ്മളതിൻ്റെ തീരുമാനമുണ്ട് ഗൈസ്. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ആദ്യം പാരീസിലോട്ടാണ് പോകുന്നത്. പാരീസിൽ എവിടെയാണ്? സോറി, ഈഫിൽ ടവർ. അപ്പോൾ ഈഫിൽ ടവർ കാണാൻ വേണ്ടി അത് പോട്ടെ ഗൈസ്. നമ്മൾ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പാരീസിൽ ലാൻഡ് ചെയ്തു. പിന്നെ നമ്മളിവിടെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ആദ്യം പോണത്. ഇവിടെ നിന്നൊരു ടാക്സി വിളിച്ച് പോകാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഡേ അക്കോമഡേഷനുള്ള യാത്രയുണ്ടായി. ടെസ്ല പാരീസിലെ എയർപോർട്ടിൽ വന്ന് ഞങ്ങൾ യൂറോ എടുക്കുകയാണ് ഗൈസ്. നമ്മൾ എപ്പോഴും ഒരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ കുറച്ച് കറൻസി നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആക്ച്വലി നമ്മളിന്ന് ഫസ്റ്റ് നിൽക്കാൻ പോണ സ്റ്റേ ആണ് ഗൈസ്. ഇത് ഐബിസ്. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾ ഈ കടയിൽ കയറുന്നില്ല, ഫുഡ് നോക്കാൻ വേണ്ടി പോവാണ്. ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഗൈസ്, ഈഫൽ ടവറിലേക്കുള്ള യാത്രയാണ്. സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അടുത്തൊരു മെട്രോയിൽ കയറി ഞങ്ങൾ പോകാൻ പോകണം കേട്ടോ. അങ്ങനെ പാരീസിലെ മെട്രോയിൽ കയറാൻ പോകണം ഗൈസ്. മെട്രോയിൽ കയറാൻ ഞങ്ങൾ തിരിച്ചു പോകണം ഗൈസ്. മെട്രോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇവിടുത്തെ. ഞങ്ങൾ ഊബർ വിളിച്ച് ഈഫിൽ ടവർ അങ്ങോട്ട് പോകണം. പാരീസിലൂടെ തെരപ്പാര നടക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ നമ്മളിവിടെ ആർക്ക് ഡേ ട്രംപ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോലടാ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആർക്ക് ഡേ ട്രംപ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലത്തെ ഒരു സ്തൂപമാണ് ഗായ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ഈഫിൽ ടവറിലേക്ക് പോകുന്ന പ്ലാനിലാണ്. അത് കഴിഞ്ഞ് കാണാം എന്തൊക്കെയാണ്. ഫൈനലി പാരീസിൻ്റെ ഈഫിൽ ടവർ കണ്ട് ഗൈസ്. സംബന്ധിച്ച് ഈഫിൽ ടവറിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പല സൈഡിൽ എടുക്കാൻ പറ്റും. സംബന്ധിച്ച് കുറേ നടക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതാണ് ഒരു സീനുള്ളൂ. ബാക്കിയൊക്കെ സെറ്റാണ്. പക്ഷെ തിരക്കുണ്ട്. ക്ലൈമറ്റ് ആണെങ്കിൽ വലിയ സീനില്ല. അതുകൊണ്ട് മനുഷ്യനാണ് ഗൈസ്, മനുഷ്യൻ.
പാരീസിൻ്റെ ഫസ്റ്റ് ഡേ ആട്ടോ ഗൈസ്. ഇന്ന് കുറേ തേരാപ്പാറ കളിയാണ്. ഞങ്ങളെ പാരീസിലെ ഡേ 1 അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും നല്ല സെറ്റായി. ഇപ്പോഴാണ് ഓണായത് കേട്ടോ. എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഡേ പാരീസ് എന്താണ് പറയാനുള്ളത്? പാരീസിൽ ഇനി വരാൻ പോകുന്ന കാക്കാരോട് എന്താണ് പറയാനുള്ളത്? പാരീസിലേക്ക് യാത്ര ചെയ്യാനിരിക്കുന്ന പാരീസിലൊരു ടവർ എന്ന് പറഞ്ഞിട്ട് കൊണാപ്പി മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ നടക്കാനുണ്ട്. പിന്നെ ലാസ്റ്റ് നിങ്ങളുടേതായ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് ഒരിടത്തൊന്ന് കൂടുവാണെങ്കിൽ അത്ര ഇതാണ്. ഗൗരിക്ക് എന്നാ പറയാനുള്ളത്? I had a flabbergasting experience in Paris with all the But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? What a beautiful evening.